Hi, good morning. Good morning, teacher. First Good തന്നെ morning, miss. നിങ്ങള് Miss. ഓക്കെ ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഫസ്റ്റ് തന്നെ ചാറ്റിംഗ് വിൻഡോയിൽ പ്രസന്റ് അടിച്ചിട്ട് കയറുക ക്ലാസ്സിൽ. ഓക്കെ. Good morning, miss. Good morning. How are you all? Good morning, miss. I am fine. What about you? Good morning, miss. I am good. Okay. പ്രീവിയസ് ഡേ നമ്മൾക്ക് ക്ലാസ് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് നമുക്ക് ഫാസ്റ്റ് ആകാം. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, കുറച്ച് എടുക്കുന്നുള്ളൂ. ഓക്കെ. Okay, then all of you take your textbook. Okay, listen here. ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് സംയുക്താക്ഷർ തഥാ സംയുക്ത വ്യഞ്ജൻ. Can you hear me? Yes or no? Yes. Okay, good. Listen. സംയുക്താക്ഷർ ചേർത്തിട്ടുള്ള വാക്കുകൾ പരിചയപ്പെട്ടു. സംയുക്ത വ്യഞ്ജൻ ചേർത്തിട്ടുള്ള വാക്കുകളും പരിചയപ്പെട്ടു. മനസ്സിലായില്ലേ നിങ്ങൾക്കത്? മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പി ഉയർത്തി കാണിക്കാം. നിങ്ങളെ അൺമ്യൂട്ട് ചെയ്ത ഭയങ്കര സൗണ്ടാണ്. ഓക്കെ. ഇപ്പൊ എന്താണ്, അവിടെ ഒന്നുമില്ല. ഫസ്റ്റ് ക പ്ലസ് ഖ അതാണ് കൂട്ടക്ഷരം. രണ്ട് അക്ഷരങ്ങൾ, രണ്ട് വ്യത്യസ്ത വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുന്ന വാക്കുകളാണ് മക്കി, മച്ചർ. Look at your textbook, page number 8. चिट्टी, सब्जी, पत्थर, गड्ढा, प्याला, बिस्तर, व्यापारी, तख्ता, पुष्प, ग्वाला. ഇതൊക്കെ എന്താണ്? സംയുക്താക്ഷർ ചേർത്തിട്ടുള്ള, അതായത് ജോയിൻ ലെറ്റേഴ്സ്, രണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള വാക്കുകളാണ് ഇവയൊക്കെ. നെക്സ്റ്റ് സംയുക്ത വ്യഞ്ജൻ, ജോയിൻ കോൺസോണൻസ്. അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? കോൺസോണൻസ്. സ്വരാക്ഷരങ്ങൾക്ക് വവൽസ്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. സംയുക്ത വ്യഞ്ജൻ ചേർത്തിട്ട് എന്തൊക്കെയാണ്? ക പ്ലസ് ഷ, അല്ലെ? വ്യഞ്ജനാക്ഷരങ്ങളെ ലാസ്റ്റ് നമ്മൾ ക്ഷ, ഇത്ര, ഇജ്ഞ, ഇസ്ര പഠിച്ചിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകളാണ് ഇവയൊക്കെ. കക്ഷ, ലിസൺ ഹിയർ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. കക്ഷ, ശിക്ഷക്, ക്ഷത്രിയ, ഛാത്ര, മിത്ര, സത്ര, ജ്ഞാത, യജ്ഞ, വിശേഷജ്ഞ, ശ്രമിക്, ആശ്രം, അശ്രു. These are joint consonants. അതായത് ജോയിൻ കോൺസോണൻസ് എന്താണ്? സംയുക്ത വ്യഞ്ജൻ ചേർന്നിട്ടുള്ള വാക്കുകളാണ് ഇവയൊക്കെ. വ്യഞ്ജനാക്ഷരങ്ങളിലെ അക്ഷരമല്ലേ ഇത്? കൂട്ടക്ഷരം അല്ലേ? സംയുക്താക്ഷരം എന്ന് പറയും. ക്ഷ, ത്ര, ജ്ഞ, ഇസ്ര. ആ അക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള വാക്കുകളാണ് ഇപ്പൊ ഈ പേജിൽ, അതായത് പേജ് നമ്പർ 9 പറഞ്ഞിരിക്കുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ്. ഓക്കെ, ഗുഡ്. പേജ് നമ്പർ 10 ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠോ ഔർ ലിഖോ. ജസ്റ്റ് ഒന്ന് അതെടുത്ത് അവിടെ എഴുതുക, വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് നോക്കി, പഠോ ഔർ സമച്ചോ. റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അവിടെ കുറച്ച് സെന്റൻസ് കൊടുക്കുന്നത് വായിക്കുവാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക. അവിടെ ഒരു മിസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഹിന്ദിയുടെ ക്ലാസ് ആണ് എടുക്കുന്നത്, കാണുന്നുണ്ട് അവിടെ. ഹിന്ദി അവിടെ എഴുതിയിരിക്കുന്നുണ്ട് ബോർഡിൽ അല്ലെ? ഏക്ക് ശിക്ഷിക ഹേ. ഹേ എന്നല്ല, ഹേയുടെ മുകളിൽ ഒരു ഡോട്ട് ഉണ്ട് അല്ലെ? ഹൈ. ഏക്ക് ശിക്ഷിക ഹൈ. ഇൻകാ നാം ശ്രേയ ഹേ. എന്നിട്ട് വായിച്ചു പോവാം. ഫസ്റ്റ്, ये छात्र छात्राओं को पढ़ाती है.
മൂന്നാമത്തെ സെന്റൻസ് ഇൻകി കക്ഷാ മേ 17 വിദ്യാർത്ഥി ഹൈ. ഫാത്തിമ മെഹ്റീൻ, where are you looking? यह प्रज्ञा है. यह कक्षा 3 में पढ़ती है. इसके दादाजी वैज्ञानिक है. രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നതാണ് പറയുന്നത് ഇപ്പോൾ. वह उनसे ज्ञान प्राप्त करती है. മൂന്നാമത്തെ പിക്ചർ ഇതാണ്. यह आश्रम है. शिष्य साधु की बातों का श्रवण करते हैं. यहाँ शिष्य श्रम भी करते हैं. ഒന്നും മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. ഫസ്റ്റ് സെന്റൻസ് ये एक शिक्षिका है. ഇവിടെ ഒരു ടീച്ചർ ഉണ്ട് ഇവിടെ അല്ലേ? എന്ന് പറഞ്ഞ എന്താണ്? യഹ് എന്ന് പറഞ്ഞാല് നമ്മൾ യഹ് എന്ന് പഠിച്ചിട്ടില്ലേ? യഹ് യഹ് എന്ന് പറഞ്ഞാല് ഇത്, ഇവൻ, ഇവൾ, ഇത്, ഈ എന്നൊക്കെ പറയും. അപ്പൊ എന്ന് പറയുമ്പോൾ ബഹുവചനമായിട്ട് വരും. നമ്മൾ ഏകവചനം ബഹുവചനം ഒക്കെ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഏക്ക് ശിക്ഷിക ഹേ. ഇവിടെ കാണുന്ന ആ ടീച്ചറിനെയാണ് അവിടെ പറയുന്നത്. ഏക്ക് പറഞ്ഞാല് ഒന്ന്, ഒരു. ശിക്ഷിക എന്ന് പറഞ്ഞ അധ്യാപിക, ടീച്ചർ. ഇതൊരു ഇവര് ഒരു ഇത് എന്ന് പറയില്ല അല്ലെ? ടീച്ചറിനെ ഇത് അതൊന്നും പറയില്ല. നമ്മള് കുറച്ച് ബഹുമാനത്തോടു കൂടിയാണ് ഇവർ അല്ലെ? ഇവർ ഒരു ടീച്ചറാണ് അല്ലെ? ഇൻകാ നാം ശ്രേയ ഹെ. ഇവരുടെ പേര് ഇൻക എന്ന് പറഞ്ഞാല് ഇവരുടെ പേര് ശ്രേയ എന്നാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കിന്റെ മീനിങ് വേണമെങ്കിൽ അവിടെ ജസ്റ്റ് പെൻസിലും കൊണ്ട് ചെറുതായിട്ട് എഴുതുക. ഹിബ ഫാത്തിമ, ലിസൺ ഹിയർ. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. മലയാളം മീനിങ് അഥവാ ഇംഗ്ലീഷ് മീനിങ് വേണമെങ്കിൽ നിങ്ങൾ അവിടെ പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്യാം. എന്ന് പറഞ്ഞ ഇവിടെ ഇവർ, ഏക്ക് പറഞ്ഞ ഒരു, ഒന്ന്. ശിക്ഷിക മീൻസ് അധ്യാപിക അല്ലെങ്കിൽ ടീച്ചർ. ശിക്ഷിക ടീച്ചർ, മിസ്സിനാണ് ശിക്ഷിക. ശിക്ഷക എന്ന് പറഞ്ഞാൽ അധ്യാപകൻ. അപ്പം ഇവരൊരു ടീച്ചറാണ്. അവരുടെ പേരാണ് ശ്രേയ. രണ്ടാമത്തെ സെന്റൻസ് ഛാത്ര ഛാത്രാവോം കോ പഠാത്തി ഹൈ. ഇവര് എന്താണ്? ഛാത്ര എന്ന് പറഞ്ഞ ആരാണ്? വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്. ഛാത്രാവോ അതായത് കുട്ടികളെ അവര് പഠാത്തി ഹേ പഠിപ്പിക്കുന്നു. അവര് കുട്ടികളെ പഠിപ്പിക്കുന്നു അല്ലെ? ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുകയെന്ന് അല്ലെ? അതെ. ഇൻകി കക്ഷാ മേ 17 വിദ്യാർത്ഥി ഹൈ. 17 ആർക്ക് പറയാൻ പറ്റും? 17 എന്ന് പറഞ്ഞ എത്രയാന്ന്? അനിഹ പ്ലീസ് ആണ്. 17 കറക്റ്റ്. 17 കറക്റ്റ്. അപ്പൊ ഇവിടെ എത്ര കുട്ടികളെ? കക്ഷ മീൻസ് കക്ഷ, ക്ലാസ് റൂം. ഇവിടെ ആ ക്ലാസ്സില്, ആ ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ്സില്, മേം എന്ന് പറഞ്ഞ ഇൽ, ആ ക്ലാസ്സില് 17 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഫസ്റ്റ് അവിടെ ഒന്നുമില്ല. അവിടെ എന്താണ്? കൂട്ടക്ഷരങ്ങൾ, അതായത് സംയുക്ത വ്യഞ്ജൻ ചേർത്തുള്ള വാക്കുകൾ ഏതാന്ന് നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്യണം. അവിടെ റെഡിങ്കിൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഏതൊക്കെയാ സംയുക്ത വ്യഞ്ജൻ ചേർത്തുള്ള വാക്ക്? ഫസ്റ്റ് വൺ ശിക്ഷിക, സെക്കൻഡ് വൺ ശ്രേയ. ഇസ്ര വന്നു അല്ലെ? ഇച്ഛ, ഇത്ര, ഇജ്ഞ, ഇസ്ര, അതാണ് സംയുക്ത വ്യഞ്ജൻ. വീണ്ടും 17. അതിന് മുകളില് ഛാത്ര ഛാത്രാവോ അവിടെയും ഉണ്ടല്ലേ? എത്രയുണ്ട്? അതെ, 17. ഈ 3 വാക്കുകൾ ശിക്ഷിക, ശ്രേയ, 17 ഒന്ന് അണ്ടർലൈൻ ചെയ്തു. ഛാത്ര ഛാത്രാവോ എന്നുള്ളിടത്തും അണ്ടർലൈൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അവിടെ വ്യഞ്ജൻ വന്നിട്ടുണ്ട് അല്ലെ? സംയുക്ത വ്യഞ്ജൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയോ. യഹ് പ്രജ്ഞാ ഹെ. ലിസൺ. യഹ് പ്രജ്ഞാ ഹെ. ഇത് ആരാണ്? പ്രജ്ഞയാണ്. പ്രജ്ഞ മീൻസ് ഒരു നെയിമാണ്. ആ കുട്ടിയുടെ പേരാണ്, പ്രജ്ഞയാണ്. ഇവരുടെ പേരാണ് പ്രജ്ഞ. പിന്നെന്താണ്?
യഹ് കക്ഷാ 3 में പഠിती है. അവള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 3 എന്ന് പറഞ്ഞ എത്രയാണ്? 3 എന്ന് പറഞ്ഞാല് 3 അല്ലേ? 5 ആണോ? 3 മൂന്നാം ക്ലാസ്സിലാണ് അവള് പഠിക്കുന്നത്. നമ്മൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 3rd അല്ലേ? 3 ആണ്. അതെ. इसके दादाजी वैज्ञानिक है. ദാദാ മീൻസ് പഠിച്ചതാണല്ലോ. ദാദാ ഫാദേഴ്സ് ഫാദർ അല്ലെ? ദാദാ എന്ന് പറഞ്ഞാല് അച്ഛന്റെ അച്ഛൻ അല്ലെ? പപ്പയുടെ പപ്പ പറയുന്നില്ലേ നമ്മള്? വല്യപ്പനോ അല്ലെങ്കിൽ അച്ചാച്ചനോ എന്തൊക്കെയാ പറയുന്നത് നമ്മള്? ഗ്രാൻഡ് ഫാദർ അല്ലെ? ദാദാ എന്ന് പറഞ്ഞാല് ഗ്രാൻഡ് ഫാദർ ആണ്. അച്ഛന്റെ അച്ഛൻ, ഫാദേഴ്സ് ഫാദർ ആണ് ദാദാ. നാന എന്ന് പറഞ്ഞാല് മദേഴ്സ് ഫാദർ. അപ്പൊ ഇവിടെ ദാദ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രജ്ഞയുടെ ദാദയാണ്, ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പം ഈ ഗ്രാൻഡ് ഫാദർ ഇവിടെ വൈജ്ഞാനിക എന്ന് പറഞ്ഞ എന്താണ്? ഭയങ്കര വിജ്ഞാനമുള്ള ആൾ, അറിവുള്ള ആളാണ്. വൈജ്ഞാനിക മീൻസ് വിജ്ഞാൻകാജ്ഞാത, സയന്റിസ്റ്റ് അല്ലെ? നല്ല അറിവുള്ള ആൾക്കല്ലേ സയന്റിസ്റ്റ് ഒക്കെ ആവാൻ പറ്റുള്ളൂ. അതെ, സയന്റിസ്റ്റ് ആണ്. അവളുടെ നമ്മുടെ പ്രജ്ഞയുടെ ദാദാ സയന്റിസ്റ്റ് ആണ്. വഹ് ഉൻസെ ജ്ഞാൻ പ്രാപ്ത് കർത്തി ഹേ. എന്താണ് അവര്? യഹ് എന്ന് പറഞ്ഞ ഇത്, ഇവൻ, ഇവൾ, ഈ എന്നൊക്കെ പറഞ്ഞു അല്ലെ? വഹ് എന്ന് പറഞ്ഞ അവൻ, അവൾ, അവർ, ആന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ ബഹുമാനത്തോടു കൂടിയ ഗ്രാൻഡ് ഫാദറിനെ പറയുന്നല്ലേ, അല്ലാതെ അവൻ എന്ന് പറയോ ഗ്രാൻഡ് ഫാദറിനെ? നോ, നെവർ. അപ്പം അവര് അവൾക്ക് ഞാൻ പ്രാപ്ത് കർത്തി ഹേ, അവൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട് അല്ലെ? കണ്ടില്ലേ? ഓരോന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ? അവളുടെ ദാദാ, പ്രജ്ഞയുടെ ദാദാ സയന്റിസ്റ്റ് ആണ്, വൈജ്ഞാനികാണ്. അവരിൽ നിന്ന് പ്രജ്ഞയ്ക്ക് അറിവ് കിട്ടുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമില്ല. നെക്സ്റ്റ് നോക്കിയേ. ഇത് യഹ് എന്ന് പറഞ്ഞാൽ ഇത്. ഇവിടെ ഒരു സ്ഥലത്തിന്റെ കാര്യമാണ് പറഞ്ഞല്ലേ? യഹ് ആശ്രമ ഹേ. ഇവിടെ ഇതൊരു ആശ്രമമാണ്. ഹേ എന്ന് പറഞ്ഞ ആണ്, ആകുന്നു എന്നാണ് അർത്ഥം. യഹ് എന്ന് പറഞ്ഞ ഇത്. ഇവിടെ യഹ് എന്ന് പറഞ്ഞാല് ഇതൊരു ആശ്രമമാണ്. ശിഷ്യ എന്ന് പറഞ്ഞ ആരാണ്? ശിഷ്യന്മാര് അല്ലെ? ആശ്രമത്തിൽ ആരൊക്കെയാ ഉണ്ടാവുക? അവിടെ നല്ല പരിചയമുള്ള, പണ്ടൊക്കെ എങ്ങനെയാണ്? നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ടൊന്നും അല്ല പഠിച്ചിരുന്നത്. എങ്ങനെയാണ്? ഗുരുവിന്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ അറിവ് സമ്പാദിക്കുക. പണ്ടൊക്കെ എങ്ങനെയാണ് അറിയോ? നിങ്ങൾ മഹാഭാരതം അങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? പുരാണ കഥകള് അതിലുണ്ടല്ലേ? ഓരോ മഹർഷി, അതായത് ഗുരുവിന്റെ അടുത്ത് പോയിട്ടാണ് അവർ ആയുധവിദ്യകളൊക്കെ അഭ്യസിക്കുന്നത്. പിന്നീട് ആശാന്മാരായി, പിന്നെ ടീച്ചർമാരായി അല്ലെ? അധ്യാപകരായി. അങ്ങനെ ഇപ്പൊ നിലവിൽ അധ്യാപകരാണ്, ടീച്ചർമാരായി. പണ്ടൊക്കെ സാധു സന്യാസിമാര് അല്ലെ? ഗുരു എന്നൊക്കെയാണ് പറയാ. സന്യാസിമാരുടെ അടുത്ത് പോയിട്ടാണ് അറിവ് സമ്പാദിച്ചിരുന്നത്. അപ്പം യഹ് ആശ്രമത്തെ, ഇതൊരു ആശ്രമമാണ്. ശിഷ്യ സാധു കി ബാത്തെ. സാധു മീൻസ് സന്യാസി, അതാണ്. പിന്നെ സാധുവിന്റെ, അതായത് അവിടെ പോയിട്ടാണ് ശ്രാവൺ എന്ന് പറഞ്ഞ എന്താണ്? ശ്രവൺ എന്ന് പറഞ്ഞ സുന്ന, കേൾക്കുക. കാര്യങ്ങൾ കേട്ടിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതായത് ആശ്രമത്തിൽ പോയിട്ട് പിന്നെ സാധുവിന്റെ അടുത്ത് പോയിട്ടാണ് അറിവ് സമ്പാദിച്ചിരുന്നത്. യഹാ ശിഷ്യ ശ്രം ഭി കർത്തേ ഹൈ. ഇവിടെ യഹാം എന്ന് പറഞ്ഞാൽ ഹിയർ, ഇവിടെ. യഹാം ഹിയർ. ഇവിടെ ശ്രമം പറഞ്ഞാല് മേഹനത്ത്, ലേബർ, പരിശ്രമം. അവിടുന്നാണ് ഈ കാണുന്ന, ഇവിടെ കണ്ടോ? നിങ്ങളെ പോലത്തെ കുട്ടികളാ ഇവര്. ഇത് കണ്ടോ? പണ്ട് കാലത്തേക്ക് ഇങ്ങനെയാണ്. അപ്പം ആ ആശ്രമത്തിൽ ചെന്ന് ആ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ടാണ് അവര് പല വിദ്യകളും അഭ്യസിച്ചിരുന്നത്, പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയേ ഉള്ളൂ അത്. അപ്പൊ ഇതൊന്ന് വായിക്കണം, നന്നായിട്ട് വായിക്കണം. സെക്കൻഡ് ക്ലാസ്സിന് 3rd ക്ലാസ്സിലേക്ക് എത്തി. ഇപ്പൊ വായിക്കാനൊക്കെ പഠിച്ചു. ഒന്നും കൂടെ വായിച്ചാൽ ശ്രദ്ധിക്കാം. ये एक शिक्षिका है, इनका नाम श्रेया है. ये छात्र छात्राओं को पढ़ाती
है। इनकी कक्षा में 17 വിദ്യാർത്ഥി है. ഹേയുടെ മുകളിൽ ഒരു ഡോട്ട് ഇട്ടാൽ ഹൈ എന്ന് വായിക്കണം. അത് ബഹുവചനം വരുമ്പോഴാണ് നമ്മൾ ഹൈ എന്നൊക്കെ വരുന്നത്. നമുക്ക് ഇപ്പൊ പഠിക്കാം, പിന്നീട് പഠിക്കാം. യഹ് പ്രജ്ഞ ഹെ, ഇത് ഇവൾ പ്രജ്ഞയാണ്. യഹ് കക്ഷാ 3 में पढ़ती है. इनके दादाजी वैज्ञानिक है. ദാദാജി, എന്തിനാ ജി എന്ന് പറയുന്നത് ഹിന്ദിയില്? ബഹുമാനം കൊടുക്കുന്നയാ അല്ലേ? ദാദാജി, ജി എന്ന് പറഞ്ഞാല് ബഹുമാനത്തോടു കൂടി വിളിക്കുന്നതാണ്. വഹ് ഉൻസെ ജ്ഞാൻ പ്രാപ്ത് കർത്തി ഹെ. ഇപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിലായിട്ട് കാണുന്ന എന്താണ്? വിജ്ഞ. വിജ്ഞ എന്നുള്ള സംയുക്ത വ്യഞ്ജൻ ചേർത്തുള്ള വാക്കുകൾ അവിടെ പരിചയപ്പെട്ടു. പ്രജ്ഞ, വൈജ്ഞാനിക, ജ്ഞാൻ. नेक्स्ट, यह आश्रम है. शिष्य साधु की बातों का श्रवण करते हैं. यहाँ शिष्य श्रम भी करते हैं. ഇതൊരു ആശ്രമമാണ്. ഇവിടെ ആ സന്യാസി, അതായത് ആ ഗുരുവിന്റെ അടുത്ത് പോയിട്ടാണ് അവര് വിദ്യാഭ്യാസം, അതായത് പല വിദ്യകളും പഠിച്ചിരുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താണ് ഇതില്? ഇപ്പൊ ലാസ്റ്റത്തെ കണ്ടില്ലേ? ആശ്രം, ശ്രവൺ, ശ്രമം, ശ്രം. അപ്പൊ ഇതില് അണ്ടർലൈൻ ചെയ്യാൻ ആദ്യം പറഞ്ഞിരുന്നു. രണ്ടാമത്തെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. ഇതില് വേറൊന്നുമില്ല. ഇതിൽ കുറച്ച് വേർഡ് മീനിങ് ഉണ്ട്. താഴെ കൊടുത്തിട്ടുണ്ട് ശബ്ദകോശ് എന്ന് പറഞ്ഞിട്ട്. വൈജ്ഞാനിക, സയന്റിസ്റ്റ്. ജ്ഞാൻ, നോളജ്. ശ്രവൺ, സുന്ന, ഹിയറിംഗ്. ശ്രം, മേഹനത്ത്, ലേബർ. അപ്പൊ നിങ്ങളിത് നോട്ട് തരാം, ഗ്രൂപ്പിലിട്ട് തരാം. ഈ പാഠഭാഗം പഠോ ഔർ സമച്ചോ നന്നായിട്ട് ഒരു 5 പ്രാവശ്യം വായിക്കുക. റീഡ് 5 times. റൈറ്റ്. എന്നിട്ട് ഡേറ്റ് എഴുതുക. അവിടെ 5 പ്രാവശ്യം അത് വായിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് വായിപ്പിക്കും. അതുപോലെ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോ ഇത്രയും പഠിച്ചത് അത്രയും. അഭ്യാസ് പേജ് നമ്പർ 11. അഭ്യാസ് നോക്കിയേ. ചിത്ര ദേഖോ അവർ നാം ലിഖോ. അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ, അതിന്റെ പേരെഴുതുക എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയോ നോക്കിയേ. ഫസ്റ്റ് വൺ പൃഥ്വി. അപ്പം ഈ നമ്മൾ ഇതിനു മുമ്പേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുള്ള അഭ്യാസമാണ് ഇവിടെ. നമുക്ക് അറിയുന്ന വാക്ക് ഇവിടെ എഴുതുവാന്നല്ല, മുമ്പ് പഠിച്ച സംയുക്താക്ഷർ, സംയുക്ത വ്യഞ്ജൻ ചേർത്തിട്ടുള്ള വാക്കുകൾ ആണ് ഇവിടെ വരുന്നത്. അപ്പം ഫസ്റ്റ് ഒരു എന്താണ്, ഭൂമിയുടെ ഒരു പിക്ചർ അവിടെ കാണുന്നത്. പൃഥ്വി എന്ന് പറഞ്ഞ ഭൂമി, എർത്ത്. നെക്സ്റ്റ് നോക്കിയേ. ഖ, അവിടെ അങ്കൂർ അല്ലെ? അങ്കൂർ എന്നാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ഇവിടെ അങ്കൂർ എന്നുള്ളതിന് ഒരു വ്യഞ്ജനാക്ഷരോ സംയുക്ത വ്യഞ്ജനോ ഒന്നും വരുന്നില്ല. ഇത് സംയുക്താക്ഷരം ഇല്ല, സംയുക്ത വ്യഞ്ജനം വരുന്നത്. അപ്പൊ അവിടെ വേറൊരു പേരാണ് അങ്കൂറിന് വരിക. അപ്പൊ ആ പേരെന്താണ്? ദ്രാക്ഷ എന്നാണ് അതിന്റെ വേറൊരു നെയിം. അങ്കൂർ എന്നുള്ളതിന്റെ വേറൊരു പേര് ദ്രാക്ഷ. നിങ്ങൾക്കത് എഴുതാൻ അറിയോ? ദ്രാ എഴുതാൻ അറിയോ? അറിയണം. ഇത് കണ്ടോ? ദാ എഴുതി അതിന്റെ ഇടയിലൂടെ ലൈൻ വരച്ചു. ദ്രാക്ഷ. റൈറ്റ്. നൗ അങ്കൂർ എന്നുള്ളതിന്റെ താഴെ ആ ഡാഷ് ഇട്ടെടുത്ത് ദ്രാക്ഷ. റൈറ്റ്. ദ്രാക്ഷ. റൈറ്റ് ഫാസ്റ്റ്. ദ്രാക്ഷ മീൻസ് അങ്കൂർ, ഗ്രേപ്സ്. ദുക്ഷ എഴുതാൻ അറിയില്ലേ? ദ്രാ എഴുതാൻ അറിയില്ലേ? ദാ എഴുതുക. ഈർക്കി മാത്ര. ഇവിടെ മാത്ര ഇങ്ങനെയാണ് വരുന്നത്. ദ്രാക്ഷ. ഡൗട്ട് ഉണ്ടല്ലേ? ദാ എഴുതുന്നില്ല നിങ്ങള്? ദാ എഴുതിയല്ലേ? എന്നിട്ട് മിസ്സിന് അങ്ങനെ കാണിക്കും പറഞ്ഞില്ല. എന്നിട്ട് അതിന്റെ ആ സൈഡിലൂടെ എഴുതുമ്പോഴാണ് ദ്രാ എന്നുള്ള അക്ഷരവുക. കണ്ടോ? ദ്രാ. ഇതാണ് ദ്രാക്ഷ. ദ്രാക്ഷ മീൻസ് അങ്കൂർ.
ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. എന്താ അവിടെ? ഫ്ലൈ. എന്താണ് അതിന് പറയാ? കൊതുകിന് എന്താ പറയാ? എന്തായിരുന്നു കൊതുകിന് പറയാ? നമ്മുടെ മുമ്പത്തെ പേജിലുണ്ടല്ലേ? മച്ചർ, മോസ്കിറ്റോ, മച്ചർ. അപ്പൊ അത് നോക്കി എഴുതുക. പേജ് നമ്പർ 8 ഉണ്ടോ? മച്ചർ നോക്കി എഴുതുക. മച്ചർ എന്നുള്ള ഇപ്പൊ എഴുതണ്ട, പിന്നീട് എഴുതിയാൽ മതി. അറിയാത്ത വാക്ക് മാത്രം ഇപ്പൊ പറഞ്ഞുതരാം. നെക്സ്റ്റ് നോക്കിയേ. ലെറ്റർ കാണുന്നുണ്ടല്ലേ? ലെറ്ററിന് ഹിന്ദിയിൽ എന്താ പറയാ? ചിട്ടി. ഇവിടെ തന്നെ ഉണ്ടത്. ഫസ്റ്റ് ലെസൺ ആയതുകൊണ്ടാ പറഞ്ഞത്. ചിട്ടി ഉണ്ടല്ലേ? ഇതാ ചിട്ടി. നെക്സ്റ്റ് ബാഗ് കാണുന്നുണ്ട് അവിടെ അല്ലേ? ഒരു ബാഗ് ആണ് കാണുന്നത്. നമ്മൾ ബാഗിന് എന്താ പഠിച്ചത്? ഹിന്ദിയിൽ ബാഗ് എന്ന് പറയും, അല്ലെങ്കിൽ തൈരി, സഞ്ചി എന്നൊക്കെ പറയും അല്ലെ? പക്ഷെ ഇവിടെ വരേണ്ടത് സംയുക്താക്ഷർ ചേർത്തിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ ബസ്ത എന്നാണ് അവിടെ വരേണ്ടത്. കാണിച്ചു തരാം. ബ സ പകുതി ത, ബസ്ത. ലിസൺ, റൈറ്റ്. ആ ബാഗിന്റെ അടുത്ത് ബസ്ത. റൈറ്റ് ഫാസ്റ്റ്. ബ സ പകുതി ത, ബസ്ത. Are you right? Basta. Okay. Next. Anika. Are you right? Okay. Next. ഒനിയൻ. ഒനിയന്റെ പിക്ചർ ആണ് കാണുന്നത്. ഒനിയൻ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? എന്താണ്? പ്യാജ് ഇല്ലേ? എവിടെയാ നിങ്ങൾ ഒനിയൻ കണ്ടത്? ഇല്ല അല്ലെ? പ്യാജ് എഴുതാൻ അറിയോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. ലിസൺ, ഇവിടെ ഉണ്ട് പ്യാജ്. രണ്ടാമത്തെ എക്സസൈസില് രണ്ടാമത്തെ വാക്ക് കണ്ടോ? പ്യാജ്. അത് നമുക്ക് പരിചയപ്പെടാം, പിന്നീട് എഴുതിയാൽ മതി. നെക്സ്റ്റ് കണ്ടോ? അവിടെ കുറച്ചൊരു പലക പോലത്തെ ഒരു കടിക്കഷ്ണം പോലത്തെ സാധനം അല്ലേ? ഇതാണ്. അതിനെന്താണ്? നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി പഠിച്ചു. ഫസ്റ്റ് എന്താണ്? തക്ത. ഇത് കണ്ടോ? തക്ത. ഇതാണത്. പിന്നീട് എടുത്തെഴുതുക പ്ലാങ്ക്. പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? കടിക്കഷ്ണം. അതാണ്. നെക്സ്റ്റ് എന്താണ്? ബട്ടർ. ബട്ടർ ആണ് അവിടെ പിക്ചറിലുള്ളത്. ബട്ടറിന് എന്താ പറയാ? മക്കൻ. മക്കൻ എവിടെയാ അറിയോ? മക്കനൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ? അറിയില്ല? മ ക പകുതി ഖ ന, ഇതാണ് മക്കൻ. റൈറ്റ്. ഇതാ മക്കൻ. മ ക പകുതി ഖ ഇൻ, മക്കൻ. മക്കൻ മീൻസ് ബട്ടർ. അഥവാ നിങ്ങൾ എഴുതാൻ കിട്ടിയില്ലെങ്കിൽ സാരമില്ല, വാട്സപ്പിൽ നിങ്ങൾ സെൻഡ് ചെയ്യില്ലേ? ആ സമയത്ത് കറക്റ്റ് ചെയ്ത് തരാം. സെൻഡ് ചെയ്താലേ കറക്റ്റ് ചെയ്യുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ ഹോംവർക്ക് ചെയ്യാതിരിക്കരുത്. നെക്സ്റ്റ് നോക്കിയേ. എത്ര പേര് ഹിന്ദിയിൽ നമ്പർ എഴുതാൻ പഠിച്ചിട്ടുണ്ട്? ഇത് ഹിന്ദിയിലെ നമ്പർ ആണ്. എത്രയാണെന്നറിയാം? 11. നമ്മൾ 11 എഴുതുന്നതിന്റെ ഹിന്ദിയാണ് ഇങ്ങനെ 11. ഇപ്പൊ എത്രയാ 11 ഹിന്ദി പറയാ? 11 അല്ലേ? എങ്ങനെ 11 എന്ന് എഴുതുക? ഗ പകുതി യ അല്ലേ? 11. ലിസൺ, ഇതാണ് 11. 11 11. ഓക്കെ, അതൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തൊക്കെയാ വാക്കുകള്? പൃഥ്വി, ദ്രാക്ഷ, മച്ചർ, ചിട്ടി, ബസ്ത, പ്യാജ്, തക്ത, മക്കൻ, 11.
നെക്സ്റ്റ് നോക്കിയേ മിലാൻ കരോ. ഇവിടെ കുറെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡില് മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിയേ. ബിസ്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഡ് ആണ്. നിങ്ങൾ മാച്ച് ചെയ്തോ? ഫസ്റ്റ് നിങ്ങൾക്ക് വേർഡ്സ് അറിയില്ല. ബിസ്തർ, ബെഡ് അവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തു വെച്ചു. പ്യാജ്, ഒനിയൻ, ഒനിയന്റെ അടുത്തോട്ട് മാച്ച് ചെയ്യാം. പ്യാജ്, ഒനിയൻ. ഗ്വാല, ഗ്വാല എന്ന് പറഞ്ഞ എന്താണ്? ഗ്വാല എന്ന് പറഞ്ഞ എന്താണെന്നല്ല, ആരാണ്? മിൽക്കുമാനാണ്. ആട്ടിടേ എന്നൊക്കെ പറയും ഗ്വാല, മിൽക്കുമാൻ. യജ്ഞ, യജ്ഞ, രണ്ടാമത്തത് കാണുന്ന യജ്ഞ. ശ്രമിക് എന്താണ്? ശ്രമിക് പറഞ്ഞ തൊഴിലാളി, ലേബർ, ഫസ്റ്റ് വൺ. पेज नंबर 12 നോക്കിയേ. ശബ്ദോं को पाठो और उचित स्थान पर लिखो. ആ കാണുന്ന വാക്കുകളെല്ലാം ഒന്ന് വായിച്ചിട്ട് താഴെ ശരിയായ സ്ഥലത്ത് എഴുതണം. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഡാഷ് ശ്രദ്ധിച്ച നിങ്ങള്. ഞാ പകുതി യാ കൊടുത്തിട്ടുള്ളത് ന്യാ, ന്യാ ചേർത്തുള്ള വാക്കുകൾ ഈ ബോക്സിനകത്തുണ്ടെന്നാ പറയുന്നത്. ഇവിടെ റോസ് ബോക്സ് കാണുന്നില്ലേ? അവിടെ ഉണ്ട് ന്യാ ചേർത്തുള്ള വാക്കുകൾ. അത് കണ്ടുപിടിച്ച് താഴെ എഴുതണം. നെക്സ്റ്റ് ത, സാ പകുതി ത, ത, ത ചേർത്തുള്ള വാക്കുകൾ ബോക്സിലുണ്ട്, അത് കണ്ടുപിടിച്ചെഴുതണം. ലാസ്റ്റ് വൺ പ്യാ, പ്യാ ചേർത്തുള്ള വാക്കുകൾ അവിടെ ഉണ്ട്. ഫസ്റ്റ് വൺ ധന്യവാദം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ധന്യവാദ്. അപ്പൊ വേറെ ഉണ്ടാവുമല്ലോ ന്യാ ചേർത്തിട്ട് ഇവിടെ. അന്യ രണ്ടാമത്തത് അല്ലെ? അന്യ, അന്യ എന്ന് പറഞ്ഞാൽ വേറെ, വേറെ ഒരെണ്ണം കൂടി ഉണ്ടാവുമല്ലോ. സൈന്യ, ലാസ്റ്റ് വൺ. സൈന്യ പറഞ്ഞാൽ സൈന്യം, സോൾജർ. പിന്നെ സ്ഥാ ചേർത്തിട്ടുള്ള വാക്കുകളുണ്ട്. മസ്ത്, വ്യവസ്ഥ, വ്യസ്ത്, ബസ്ത. പ്യാ ചേർത്തിട്ട് പ്യാലി, പ്യാസ്, പ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തേഴ്സ്റ്റി, ദാഹം. പ്യാജ്, അതവിടെ ആ വാക്കുകൾ നിങ്ങൾ അവിടെ എടുത്തെഴുതുക, അത്രയേ ഉള്ളൂ. नंबर 4 സംയുക്താക്ഷർ വാലെ ശബ്ദോं पर गोला लगाओ. സംയുക്താക്ഷരം വന്നിരിക്കുന്ന ആ അതിന് വാക്കുകൾക്ക് ഗോളം വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക. ഫസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? സക്ത്, സക്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹാർഡ്, കഠിനമായ എന്നുള്ളത്. പിന്നെ ഏതൊക്കെയാ വാക്കുകള് കണ്ടുപിടിച്ചെഴുതാം അല്ലേ? സെക്കൻഡ് വൺ അശ്വ അല്ലേ? ശാ പകുതി വാ വന്നിട്ടുണ്ട്. പത്തർ, താ പകുതി ഥാ വന്നിട്ടുണ്ട്. പത്തർ എന്ന് പറഞ്ഞ സ്റ്റോൺ. അശ്വ എന്ന് പറഞ്ഞാൽ എന്താ? അശ്വ ഹോഴ്സ്. വേണം പെൻസിൽ കൊണ്ട് അവിടെ മാർക്ക് ചെയ്തോ. അശ്വ ഹോഴ്സ്, കുതിര. പത്തർ, പത്തർ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ, അവിടെ കൂട്ടക്ഷരം വന്നിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് മക്കൻ, കാ പകുതി ക, മക്കൻ എന്ന് പറഞ്ഞാൽ ബട്ടർ, വെണ്ണ. ഗുച്ച, ചാ പകുതി ചായ ഉണ്ട് അല്ലേ? ഗുച്ച. അപ്പൊ അവിടെ ഗുച്ച പറഞ്ഞാൽ എന്താണ്? അങ്കൂർക്കി ഗുച്ച എന്നൊക്കെ കേട്ടിട്ടില്ലേ? മുന്തിരിക്കുല. ബെഞ്ച്, ബെഞ്ച്, കുല, പൂങ്കുല എന്നാ പറയാ ഗുച്ച പറഞ്ഞാല്. ലാസ്റ്റ് വൺ മക്കി, കാ പകുതി ക കണ്ടോ? മക്കി എന്ന് പറഞ്ഞ ഫ്ലൈ, ഈച്ച. അപ്പൊ ഏതിനൊക്കെ സർക്കിൾ വരയ്ക്കേണ്ടത്? സത്ത്, അശ്വ്, പത്തർ, മക്കൻ, ഗുച്ച, മക്കി. ഇത്രയും വാക്കുകൾക്ക് സർക്കിൾ ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ. ശബ്ദ പൂരേ കരോ. എന്താ ശബ്ദ പൂരേ കരോ പറഞ്ഞാല്? അവിടെ അക്ഷരങ്ങൾ പൂരിപ്പിക്കാൻ മിസ്സായിട്ടുണ്ട്, ആ അക്ഷരങ്ങൾ പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് വേർഡ് വൃക്ഷ കൊടുത്തിട്ടുണ്ട് അല്ലേ? വൃക്ഷ, വൃക്ഷ എന്നുള്ള സംയുക്ത വ്യഞ്ജനം വന്നിട്ടുണ്ട് അവിടെ. ഇവിടെ എല്ലാം സംയുക്ത വ്യഞ്ജനാണോ? അല്ല. നെക്സ്റ്റ് നോക്കിയേ. അവിടെ ഖ, രണ്ടാമത്തത് ഖായാണ് അല്ലേ? അപ്പൊ അവിടെ കക്ഷ എന്നാ വരിക. ക്ലാസ് റൂമിന് എന്താ പറയാ? കക്ഷ. അവിടെ ഉച്ച എന്ന് എഴുതണം, കക്ഷ. ഗ എന്താണ്? നമ്പർ 3 എന്നുള്ളത് ഗായ അവിടെ കൊടുത്തിരിക്കും. ഗ, മൂന്നാമത്തെ അക്ഷരം അല്ലെ? പുഷ്പ്, ഒരു ഫ്ലവർ അവിടെ കൊടുത്തിട്ടുണ്ട്, റോസ് കൊടുത്തിട്ടുണ്ട്. അവിടെ പുഷ്പ് എന്നാ കൊടുത്തിട്ടുണ്ട്, പൂ എന്നുള്ളതിന്റെ പുഷ്പ്. അപ്പൊ പൂന്ന് കൊടുത്തിട്ടുണ്ട്. ഷാ പകുതി പ അവിടെ എഴുതണം, പുഷ്പ്. ഷാ പകുതി പ. ഡോണ്ട് വറി, നിങ്ങൾ ഹോംവർക്ക് ഇപ്പൊ ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്യാ. തെറ്റിയാലും ഞാൻ പറഞ്ഞു തരും.
അപ്പൊ പറയുന്ന പോലെ എഴുതാം. നാലാമത്തെ നോക്കിയേ ഖ അല്ലേ? ഇതെന്താണ്? ബിസ്തർ. ബെഡിന് പറയുന്നത് അല്ലെ? ബിസ്തർ. ബി കൊടുത്തിട്ടുണ്ടല്ലേ? സാ പകുതി താ അവിടെ എഴുതണം. സാ. നെക്സ്റ്റ് ഒരു കവർ അല്ലേ? കവറിന് എന്താ പറയാ? പത്ര. പായുണ്ട്, ത്ര എഴുതണം നമ്മള്. പത്ര. ത്ര എഴുതാനറിയില്ലേ? രണ്ടാമത്തെ ത്രായാണ്. ലാസ്റ്റ് വൺ ഒരു പാത്രത്തിൽ എന്താണ് അവിടെ? ഒരു പാത്രത്തിൽ എന്താണെന്നല്ല, പ്യാല എന്ന് പറഞ്ഞ എന്താണ്? പാത്രമാണ് കേട്ടോ. ആ പാത്രത്തിനാണ് പ്യാല എന്ന് പറയാ. ഇവിടെ ഉണ്ട്, നമ്മൾ പഠിച്ചു. എവിടെയാ പ്യാല പഠിച്ചത്? ഫസ്റ്റ് പേജില്. കപ്പ്. കപ്പ്, പ്യാല ഉണ്ടല്ലേ? അതാണ്. ആ കപ്പ് പോലത്തെ പാത്രങ്ങൾക്കാണ് പ്യാല എന്ന് പറയാം. അത്രേ ഉള്ളൂ. പിന്നെ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങള് നിങ്ങള് ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി കാണുമല്ലോ. അത് നിങ്ങൾ എഴുതിയിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലെ ആ ഓരോ പേജിലുള്ള കാര്യങ്ങൾ മിസ്സിന് സെൻഡ് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിത്തരാൻ പറ്റുള്ളൂ. ഇപ്പം 27 പാർട്ടിസിപ്പൻസ് കയറിയിട്ടുണ്ട്. ലാസ്റ്റ് കയറിയവർ ഒന്നുകൂടെ ചാറ്റിംഗ് വിൻഡോയിൽ പ്രസന്റ് അടിക്കുക. എന്നാലും മിസ് ഒന്ന് പേര് വിളിക്കാം. ഋഷികേഷ്, മാളവിക, ജുവൽ, അമന്ന, അജിത് ജോസഫ്, ഹെവൻ, ഡൊമിനിക്, ഇഫ്ര, മുഹമ്മദ് നാഫി, ആൻസൺ, ആൻഷി, ഫാത്തിമ മെഹറിൻ, കൗശിക്, മുഹമ്മദ് ഷഫ്സാദ് അല്ലേ? ലാസ്റ്റ് കയറി ഒന്നുകൂടെ പ്രസന്റ് അടിക്കാം കേട്ടോ. ഇഹിബ ഫാത്തിമ, കുര്യൻ, അനീറ്റ ഫിലിപ്പ്, മുഹമ്മദ് റസി, ബിനിയ ബിനോയ്, അലൻ തോമസ്, സിനാൻ, എറിക് അഗസ്റ്റിൻ, ഷിഫാന ഏജി, അമന്ന രാജേഷ്, മുഹമ്മദ് ടി, ക്രിസ്റ്റി ലിബിൻ, ഫാത്തിമ മെഹറിൻ. ഇപ്പൊ മിസ് പേര് വിളിക്കാത്തവര് ക്ലാസ്സിലുണ്ടോ? എല്ലാവരും തന്നെ ആയി. എന്നാലും നിങ്ങളുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി വന്നു. ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ്